നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം പോത്തങ്കോട് ചെങ്കോട്ടുകോണം എന്ന സ്ഥലത്ത് തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മലയാളികൾ ഒന്നടങ്കം ഒരു ഓണാഘോഷ നിറവിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഓണാഘോഷത്തിൻ്റെ നിറവിൽ നിൽക്കവെയാണ് ഈ ഒരു ഗ്രാമത്തെ ഒന്നടങ്കം നടുക്കിക്കൊണ്ട് ഇവിടെ നിന്നൊരു മരണ വാർത്ത വരുന്നത്. അതായത് ചെങ്കോട്ടുകോണം സ്വദേശി 35 വയസ്സുകാരനായ ഉല്ലാസ് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. സ്വന്തം പിതാവിൻ്റെ കയ്യാലാണ് ഉല്ലാസ് അതിക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ കാണുന്ന വീടാണ് ഉല്ലാസിന്റെ വീട്. ഈ വീട്ടിലാണ് അതിക്രൂരമായ ഒരു കൊലപാതകം സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ ഓണ ദിവസങ്ങളിൽ പിതാവും മകനും മദ്യപിച്ച് ഇവർക്കിടയിൽ ഒരു വഴക്കുണ്ടാകുന്നു. ഈ വഴക്ക് ഒരു കയ്യാങ്കളിയിലേക്കും അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉല്ലാസിനെ പിതാവ് ഉണ്ണികൃഷ്ണൻ നായരാണ് കൊലപ്പെടുത്തിയത്. അപ്പോൾ ഈ പിതാവിനും മകനും ഇടയിൽ തർക്കങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മാതാവും ഉല്ലാസിന്റെ ഭാര്യയും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനിടയിൽ അതായത് ഈ സംഭവം നടക്കുന്ന സമയം മകനും അതുപോലെ തന്നെ പിതാവും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവർക്കിടയിൽ വഴക്ക് പിതാവ് മകനെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് ആ ഒരു സംഘർഷം നയിക്കുകയായിരുന്നു. പിതാവ് തന്നെയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. അതായത് നമ്മളിപ്പോൾ നാട്ടുകാരോട് സംസാരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാരകമായ മുറിവുകളൊന്നും ഉല്ലാസിന് ഏറ്റിരുന്നില്ല. അതായത് മരിക്കത്തക്ക രീതിയിലുള്ള ഒരു മുറിവുകളൊന്നും ഉല്ലാസിന് ഏറ്റിരുന്നില്ല. കയ്യിലൊരു മുറിവ് മാത്രമാണ് ഉല്ലാസിനേറ്റത്. പക്ഷേ ഈ മൃതദേഹത്തിന് ഒരു 1.5 ദിവസത്തെ പഴക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് രക്തം വാർന്ന് മരിച്ചിരിക്കാം എന്നാണ് സാധ്യത എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം വരേണ്ടതായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മാത്രമേ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിലവിലെ ഒരു നിഗമനം രക്തം വാർന്നുണ്ടായ മരണം എന്ന് തന്നെയാണ്. അപ്പോൾ പിതാവ് തന്നെയാണ് ഈ ഒരു കൊലപാതകം ചെയ്തത്. പിതാവ് മകനെ ആക്രമിച്ച ആയുധം അത് പോലീസിന് മുന്നിൽ ഹാജരാക്കുകയുണ്ടായി. പോലീസിന് എടുത്തു കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. പിതാവ് തന്നെയാണ് മറ്റുള്ളവരോട്, അതായത് അവൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ച താൻ കണ്ടു എന്നൊരു വെളിപ്പെടുത്തൽ നാട്ടുകാരോട് നടത്തിയത് പിതാവ് തന്നെയായിരുന്നു. ഈ വ്യക്തി, അതായത് ഉണ്ണികൃഷ്ണൻ നായർ പറയുന്നത് അനുസരിച്ച് എല്ലാവരും എത്തുന്നു, വീട്ടിനുള്ളിൽ നോക്കുന്നു. അപ്പോഴാണ് തറയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഉല്ലാസിനെ കാണുന്നത്. തുടർന്ന് പോലീസിനെ അറിയിക്കുന്നു. പോലീസ് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നു, ഇൻക്വസ്റ്റ് നടപടികളൊക്കെ സ്വീകരിക്കുന്നു. അപ്പോൾ പിന്നീടാണ് ഇവിടെ വീട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കിയ വിവരം അനുസരിച്ച് ഇവിടെ ഇപ്പോൾ ഈ പിതാവും മകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പിതാവ് തന്നെയായിരിക്കാം കൊലപാതകം ചെയ്തത് എന്നൊരു നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് പോലീസ് പിതാവ് ഉണ്ണികൃഷ്ണൻ നായരെ കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത് ഇപ്പോൾ ബന്ധുക്കൾക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് കുറ്റം സമ്മതിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താനാണ് കൊലപാതകം നടത്തിയത് എന്ന വിവരം ഉണ്ണികൃഷ്ണൻ നായർ പോലീസിനോട് സമ്മതിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിക്രൂരമായ ഒരു കൊലപാതകമാണ്, മദ്യലഹരിയിൽ നടന്ന ഒരു തർക്കമാണ് ഈ അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടത്. ഈ ഞായറാഴ്ച രാവിലെ 8 മണിയോടെ ഉണ്ണികൃഷ്ണനാണ് തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്ന ഭാര്യ ഉഷയോട് ഇത്തരത്തിൽ ഉല്ലാസ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു എന്ന ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ അതായത് ഉല്ലാസിൻ്റെ മാതാവാണ്. അവർ വീട്ടിലെത്തി നോക്കുമ്പോൾ ഈ ഭീകര കാഴ്ചയാണ് അവർ കണ്ടത്. സ്വന്തം മകൻ ഇത്തരത്തിൽ മരിച്ചു കിടക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ ഒരു അമ്മയെ സംബന്ധിച്ച് അത് എത്രമാത്രം ഭീകരമാണ് ആ കാഴ്ചയെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്രയും ക്രൂരമായ ഒരു കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല സംഭവം പറഞ്ഞ് നാട്ടുകാരെത്തുന്നു. നാട്ടുകാർക്കും അതുപോലെ തന്നെ ഉല്ലാസിൻ്റെ ഭാര്യ, 2 മക്കൾ, അവരുടെ ബന്ധുക്കൾ, അങ്ങനെ ആകെ മൊത്തം എല്ലാവർക്കും വളരെ നടുക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ഒരു സംഭവം. അതിൻ്റെ ഒരു ആഘാതത്തിലാണിപ്പോൾ ഉല്ലാസിനെ അവസാനമായിട്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇവിടേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു മൃതദേഹത്തിന് 1 ദിവസത്തിൽ കൂടുതൽ പഴക്കമുള്ളതായും 5-ാം തീയതി രാത്രിയോ 6-ാം തീയതിയിലോ ആയിരിക്കാം മരണം സംഭവിച്ചതെന്നുമാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും ഉണ്ണികൃഷ്ണൻ നായർ പോലീസ് കസ്റ്റഡിയിലാണ്. കൂടുതൽ ചോദ്യം ചെയ്ത് അയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കൂടുതൽ കാര്യങ്ങൾ, മരണകാരണം എന്താണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്താനാകും. ടിപ്പർ ലോറി ഡ്രൈവറായിരുന്നു ഉല്ലാസ്. അതുപോലെ തന്നെ ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. അവർ പറക്കമിട്ടാത്ത കുട്ടികളൊക്കെ അനാഥമായിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഉല്ലാസിന്റെ അമ്മ, ഈ നമുക്കറിയാം മദ്യപിച്ച് വീടുകളിൽ വഴക്കുണ്ടാകുമ്പോൾ അത് എത്രമാത്രം മറ്റുള്ളവരെ ബാധിക്കുമെന്ന കാര്യം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത്തരത്തിലൊരു ഇരയായിരുന്നു. അതായത് പിതാവിൻ്റെയും മകൻ്റെയും ഒരു
മദ്യപിച്ചുണ്ടായ വഴക്ക്, ആ വഴക്കിന്റെ ഒരു ഇരയായിരുന്നു ആ മാതാവ്, അതുപോലെ തന്നെ ഭാര്യ. അപ്പോൾ അവർ അത് അത്രമാത്രം അനുഭവിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഈ ഒരു സംഭവം ഉണ്ടായതിന് പിന്നാലെ ഡോഗ് സ്ക്വാഡ്, വിരലടയാള വിദഗ്ധരടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവസാനമായിട്ട് ഉല്ലാസിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഉറ്റവരും ഉടയവരും ഒക്കെ എത്തുന്ന കാഴ്ചയാണ്. എല്ലാവർക്കും വലിയൊരു നടുക്കം തന്നെയാണ് ഈ ഒരു വാർത്ത സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വന്തം പിതാവ് മകനെ ഇത്തരത്തിൽ കൊലപ്പെടുത്തി എന്നത് ഒരിക്കലും അത് നാട്ടുകാർക്കും അംഗീകരിക്കാനാവുന്നില്ല, ആർക്കും അത് വിശ്വസിക്കാനാവുന്നില്ല. അതുപോലെ തന്നെ ഉല്ലാസിന്റെ അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെ ഒരു അവസ്ഥ, അത് നാട്ടുകാർ ഒന്നടങ്കം വേദനയിലാഴ്ത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ വീട്ടിലാണ് അതിക്രൂരമായ കൊലപാതകം നടന്നത്. ഈ വീട്ടിനുള്ളിലാണ് പിതാവും മകനും തമ്മിൽ തർക്കമുണ്ടാകുന്നതും. ഈ വീട്ടിലിട്ടാണ് മകനെ സ്വന്തം പിതാവ് അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ആവർത്തിക്കരുതേ എന്ന് തന്നെയാണ് ഓരോരുത്തരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ഇങ്ങനത്തെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. മദ്യപാനം അത് വലിയൊരു വില്ലനായിട്ട് മാറുന്ന സാഹചര്യം പല വീടുകളിലെ ഒരു സമാധാനം കെടുത്തുന്ന ഒരു സാമൂഹിക വിപത്തായിട്ട് മദ്യപാനം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നാട്ടുകാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മദ്യപിക്കുമ്പോൾ മാത്രമാണ് ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാത്തപ്പോൾ വലിയ പ്രശ്നക്കാരൊന്നുമല്ല. പിതാവായാലും മകനായാലും മദ്യപിക്കുമ്പോൾ മാത്രമാണ് കൂടുതൽ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അല്ലാത്തപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മദ്യപാനം എന്തുമാത്രം ഒരു വിപത്ത് ഈ കുടുംബത്തിന് വരുത്തി വെച്ചിരിക്കുന്നു എന്നതിന് സാക്ഷിയായിട്ട് മാറുകയാണ്. എന്തായാലും വളരെ നടക്കുന്നൊരു സംഭവമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു വേദനയിലാണ് ഏവരും ആയിരിക്കുന്നത്.